നമസ്കാരം. ജന്മഭൂമി യൂട്യൂബ് ചാനലിൻ്റെ വർത്തമാനം പരിപാടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ബജറ്റിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് നടക്കുന്നത്. ബജറ്റിനെ കുറിച്ചുള്ള കേരളത്തിൻ്റെ നിലപാട്, കേന്ദ്ര ബജറ്റിനോട് കേരളം ഏത് തരത്തിൽ പ്രതികരിക്കുന്നു, അതിൻ്റെ അടിസ്ഥാനം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒരു ചർച്ചയാണ്. എൻ്റെ കൂടെയുള്ളത് ശ്രീ ആർ പ്രദീപ്, ജന്മഭൂമി പത്രത്തിൻ്റെ ന്യൂസ് എഡിറ്ററാണ്. ഞങ്ങളൊരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നതെങ്കിലും ഈ ചർച്ചയ്ക്ക് സ്വഭാവം, വ്യത്യസ്തമായ കാര്യങ്ങൾ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇതിലുണ്ട്. ആ അഭിപ്രായങ്ങളെക്കുറിച്ചുള്ളൊരു ചർച്ചയാണ്. അത് നമുക്കൊന്ന് കേൾക്കാം. പ്രദീപേ, ഈ ബജറ്റിൻ്റെ കാര്യം പറയുന്ന സമയത്ത് സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചു, കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചു. കേന്ദ്രത്തിലെ ബജറ്റിൽ അതിൽ കേരളത്തിന് അവഗണനയാണെന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ ഒരു പ്രമേയം പാസ്സാക്കി. സാധാരണ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രമേയം പാസ്സാക്കുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വിനോദം പോലെയാണ് ഇപ്പോൾ. കാര്യം അതിനിപ്പോൾ വലിയ വിലയൊന്നും ആരും കൽപ്പിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പ്രമേയം പാസ്സാക്കിയപ്പോൾ ഇപ്പോൾ കണ്ടൊരു പ്രത്യേകത, ഈ പ്രമേയത്തിന് പിന്തുണയ്ക്കാനായിട്ട് ഏകകണ്ഠമായി പിന്തുണച്ചു എന്നൊക്കെ പറഞ്ഞ വലിയ വീരവാദങ്ങളാണ് പലപ്പോഴും പറയുന്നത്. ഈ ബജറ്റിനെതിരെയുള്ള ഈ പ്രമേയത്തിൽ പ്രതിപക്ഷം സഭ വിട്ടുനിന്ന് ഭരണപക്ഷം ആണ് പ്രമേയം പാസ്സാക്കിയത്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ബജറ്റ് കേരളത്തിനോട് ഉള്ള അവഗണനയാണ് എന്നുള്ള കാരണത്താൽ നടത്തിയ ഈ പ്രമേയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ സംസ്ഥാനത്തിൻ്റെ പൊതുവികാരം പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഈ പ്രമേയങ്ങളുടെ തന്നെ ഒരു പരാജയമാണ്. കാര്യം പ്രമേയത്തിൻ്റെ പൊതു സ്വഭാവത്തിൽ തന്നെ ഒരു പരാജയം സംഭവിച്ചിരിക്കുന്നു. ഒന്ന്. രണ്ടാമത്, കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ UDF തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സമയമായതുകൊണ്ടായിരിക്കാം അവർ വിട്ടുനിൽക്കുകയും ചെയ്തിരിക്കുന്നു. വളരെ കൗതുകരമായൊരു കാര്യമാണ്. ശരിക്കും എന്താണ് ബജറ്റിനെ കുറിച്ചുള്ള ആ ഒരു നിലപാടിൽ അടിസ്ഥാനം, ഈ പ്രമേയങ്ങൾ, സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടുകൾ? സംസ്ഥാന നിയമസഭ ഈ പ്രമേയം പാസ്സാക്കുന്നതൊരു വലിയ സംഭവമായിട്ട് നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല. കാരണം ഒരുപാട് വിഷയങ്ങളിൽ സംസ്ഥാന നിയമസഭ ഇങ്ങനെ പ്രമേയം ഏകകണ്ഠമായിട്ടും അല്ലാതെയും ഒക്കെ പാസ്സാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവർ വിട്ടുനിന്ന് മറ്റൊരു പ്രമേയം പാസ്സാക്കി എന്നുള്ളതും ഒരു വലിയ സംഭവമൊന്നുമല്ല. ഇവർ രണ്ടുപേരും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ തന്നെയാണ്. കാരണം ഇവിടെ ഈ എതിർക്കുന്നവർ അവിടെ ചെന്നാൽ, ഡൽഹിയിൽ ചെന്നാൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ അതിർത്തി വിട്ടാൽ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ പ്രമേയത്തെ നമ്മൾ വലിയ കാര്യമായിട്ട് കാണേണ്ട കാര്യമില്ല. പക്ഷേ ഈ ബജറ്റിനെ എതിർക്കുന്ന കാര്യത്തിലാണെങ്കിലും ബജറ്റിനെ എതിർക്കണം എന്ന് ഇവർ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു ഇത് ചെയ്തു വെച്ചിരിക്കുന്നതാണ്. എന്ത് പറഞ്ഞാലും എതിർക്കണം. പണ്ട് ഈ നമ്മൾ ദേശാഭിമാനി പത്രത്തെക്കുറിച്ച് പറയുമായിരുന്നു, RSSകാർ എന്ത് നല്ലത് ചെയ്താലും RSS ഗുണ്ടകൾ ചെയ്തു എന്ന് എഴുതുന്നത് പോലെ ഇവരൊരു ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ബജറ്റിനെ എതിർക്കുക എന്നുള്ളത് അവരുടെ ഒരു അജണ്ടയാണ്. അത് രാഷ്ട്രീയമാണ്, അത് വെറും പൊളിറ്റിക്സ് മാത്രമാണ്. ബജറ്റിൽ എന്നാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഇത് നല്ലതാണ് എന്നാരെങ്കിലും അവർ പറയത്തില്ലല്ലോ. അപ്പം പ്രമേയം പാസ്സാക്കുന്നതിനെ നമ്മൾ അത്ര കാര്യമായിട്ട് കണക്കാക്കണ്ട. ബജറ്റിനെ എതിർക്കുന്നത് അവർ ഇനിയിപ്പം കേരളത്തിൻ്റെ ബജറ്റ്, ഈ കേരളത്തിൽ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റ് അതുപോലെ കൊണ്ടുചെന്ന് അവിടെ നിർമ്മല സീതാരാമൻ, എനിക്ക് അങ്ങനെ സംസാരിക്കാൻ തോന്നുന്നു. കേന്ദ്രത്തിലെ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി നിർമ്മല സീതാരാമൻ 9ാമത്തെ ബജറ്റാണ്. അബദ്ധമൊന്നും പറ്റില്ല, ഇതുവരെ അബദ്ധമൊന്നും പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ സപ്പോസ് നമ്മളൊരു സാങ്കല്പിക ചോദ്യം ചോദിക്കാം, കേരളത്തിൻ്റെ ബജറ്റ് ഈ കേന്ദ്രത്തിൻ്റെ ബജറ്റിന് പകരം ആ കോപ്പിയാണ് അവിടെ കിട്ടിയിരുന്നത്. അത് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിരുന്നെങ്കിലും ഈ പ്രസ്താവന എതിർക്കും അല്ലെ? ഇതേ കാര്യങ്ങൾ തന്നെ പറയും. കേരളത്തിന് യാതൊരു എതിർക്കാനുള്ള പോയിന്റ് തലേന്നേ തയ്യാറാക്കി വെച്ചിട്ടാണ് ഇവര് രാവിലെ വരുന്നത് തന്നെ. അപ്പൊ ഈ പ്രമേയം ഒരുപക്ഷെ എനിക്കൊന്നും തലേന്നേ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ തയ്യാറാക്കി കൊണ്ടുവന്ന് നിയമസഭയിൽ അവതരിപ്പിച്ച സാധനമാണ്. നമ്മളിതിനെ കാണേണ്ടത് ഈ പൊളിറ്റിക്സ് എന്നുള്ള തരത്തിൽ നമ്മൾ പറയുമ്പോഴും നമ്മളിതിനെ കാണേണ്ടത് ബജറ്റ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 11 വർഷമായിട്ട് 12 വർഷമായിട്ട് അവതരിപ്പിക്കുന്ന ബജറ്റ് എങ്ങനെ ഭാരതത്തിൽ മാറ്റം കൊണ്ടുവന്നു എന്നുള്ള തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് ഇവർ കേരളത്തിൽ ഇടം നൽകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഭവം. വളരെ കൃത്യമാണത്. അപ്പം ഭാരതത്തിലുണ്ടായിട്ടുള്ള വലിയ വികസനം, വലിയ മാറ്റം ഈ ബജറ്റിൽ ഊന്നി നിന്നുകൊണ്ടുള്ള മാറ്റമാണ്. ആ മാറ്റം കാണാതിരിക്കാൻ, ജനങ്ങളിലേക്ക് അത് എത്താതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഇവർ ഈ പൊറോട്ട നാടകം നടത്തുന്നത്. സത്യം. അപ്പം ജനങ്ങൾ അറിയരുത് ഭാരതത്തിൽ സംഭവിക്കുന്ന മാറ്റം, വികസനം എന്താണെന്നുള്ളത് ജനങ്ങൾ അറിയരുത്. ഇപ്പം കഴിഞ്ഞ ദിവസം BJP നേതാവ് K. സുരേന്ദ്രൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇപ്പം ഇവർ പറയും, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയൊക്കെ പറയും ഗ്രാമീണ റോഡുകളുടെ വലിയ വികസനം.
ഗ്രാമീണ റോഡുകളുടെ വികസനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ പൈസയും കൂടെ ചേർന്നിട്ടാണ്. സത്യമാണ്. കേരളത്തിൻ്റെ വിഹിതമുണ്ടെന്നേ ഉള്ളൂ. അപ്പം കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും കേന്ദ്രത്തിൻ്റെ കൈമുദ്ര പതിഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്ര കാര്യമായിട്ട് അവർക്ക് വികസന പ്രവർത്തനം നടത്താൻ പറ്റുന്നത്. സത്യമാണ്. അതും കൂടി ജനങ്ങളുടെ മുമ്പിൽ എത്താതിരിക്കാനാണ് ഈ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ദില്ലി ജോലി ചെയ്യുന്ന കാലത്ത് ഒരു നല്ല രസകരമായ ഒരു കഥയുണ്ട്. കഥയില്ല, സംഭവമാണ്. വി.പി. സിംഗിൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വരിക, കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്ത് പോയി വി.പി. സിംഗ് ഗവൺമെൻറ് പിന്നെ ബജറ്റ് അവതരിപ്പിക്കുന്നു. അന്ന് കേരളത്തിൽ നിന്നുള്ളൊരു കോൺഗ്രസ് എം പി കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പത്രത്തിൻ്റെ ഡൽഹിയിലെ ബ്യൂറോയുടെ ചീഫിൻ്റെ അടുത്ത് രാവിലെ 10 മണിക്ക് സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചെന്നിരിക്കുകയാണ്. നാളികേര കർഷകരെ അവഗണിച്ചു എന്ന് പറഞ്ഞിട്ടൊരു പ്രസ്താവനയായിട്ട് ചെന്നിരിക്കുന്നത്. അപ്പം അത് അദ്ദേഹം വളരെ മുതിർന്ന ഞാൻ പത്രത്തിൻ്റെ പേരോ അതിൻ്റെ പേരോ ഒന്നും പരാമർശിക്കുന്നില്ല, കാര്യം അദ്ദേഹം ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എടാ ഇത് കൊടുക്കാൻ തന്നാണോ? അപ്പോൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എടാ വിളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അത്ര മുതിർന്ന ആളാണ്. ആണെന്ന് പറഞ്ഞു. ഞാനേ പോലീസിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞു. എന്തത്? ബജറ്റ് ചോർന്നു. ബജറ്റ് ചോർത്തിയോടാണ് സംഭവിച്ചത്. ബജറ്റ് ചോർന്നു, ഞാൻ കേസ് കൊടുക്കാൻ പോലീസിനെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ പുള്ളിക്ക് അതിൻ്റെ അബദ്ധം മനസ്സിലായി. എടാ 11 മണിക്കേ ബജറ്റ് അവതരിപ്പിക്കത്തുള്ളൂ, നീ രാവിലെ 10 മണിക്ക് സ്റ്റേറ്റ്മെന്റ് ചോർന്ന് കിട്ടിയിട്ടുണ്ടോ? എന്നിട്ട് അവസാനം ഇദ്ദേഹം ഈ പ്രസ്താവന തിരിച്ചു വാങ്ങിച്ചിട്ട് ചുരുട്ടി കുട്ടി വിഴുങ്ങിയെന്നൊക്കെ, അത് ബാക്കി കഥ. ഞാൻ പറഞ്ഞു അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന. എനിക്ക് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്, ഈ ബജറ്റിന് ശേഷം മറ്റേ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ സംസാരിക്കുന്നത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകളല്ല, കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് കിട്ടിയത് ബജറ്റിന്റെ വിഹിതങ്ങൾ ഇന്നതൊക്കെയാണ്. ആ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഓപ്പൺ ചർച്ചയ്ക്ക് ഫാക്ട്സ് ആൻഡ് ഫിഗർ വെച്ചിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ വെച്ചിട്ട് അക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ വേണ്ടി തയ്യാറുണ്ടെങ്കിൽ സമയം നിശ്ചയിച്ചുള്ളൂ, ഞാൻ വരാമെന്ന് പറഞ്ഞു. ഇതുവരെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം കൃത്യമായ അക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊടുത്തതും ചെലവാക്കിയതും കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ എല്ലാം കണക്കുണ്ടല്ലോ. ഇതൊന്നും പുറംവാതിൽ വഴി കൊടുക്കുന്നതല്ല, നേരിട്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു ബന്ധത്തിലൂടെ കൊടുക്കുന്നതാണ്. ഇതിനൊക്കെ കൃത്യമായ കണക്കുണ്ട്. കേന്ദ്രം എന്തൊക്കെ പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പം തന്നെ ഈ പിന്നെ എല്ലാ സ്റ്റേറ്റ് സെൻ്ററുകളിലും പോയിട്ട് കേന്ദ്രമന്ത്രിമാർ ബജറ്റിനെ കുറിച്ചുള്ള പത്രസമ്മേളനങ്ങൾ നടത്തുകയാണ്. ഇന്നലെ തിരുവനന്തപുരത്ത് നടന്നായിരുന്നു. അപ്പോൾ അത് ആദ്യം മോദി ബജറ്റ് മുതൽ തുടങ്ങിയ ഒരു സംഭവമാണ് ആ ഒരു പത്രസമ്മേളനങ്ങൾ. ഇന്നലെ എന്താ പിന്നെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശോഭാ കരന്തലജെ പറഞ്ഞത് വളരെ കൃത്യമല്ലേ. ഓരോ വർഷവും കേരളത്തിന് അനുവദിക്കുന്ന അലോക്കേഷൻ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്ത് പോവുകയാണ്. അപ്പം വിവിധ പദ്ധതികളായിട്ട് അനുവദിക്കുന്നത് കൂടാതെ നികുതി വരുമാനത്തിൽ നിന്ന് കേരളത്തിന് കിട്ടേണ്ട പൈസയുടെ ഇത് വിഹിതം കൂടി വരികയും കൂടെ ചെയ്യുകയാണ്. പിന്നെ ഇവർ പറയുന്നത് എന്താ, UPക്ക് 17 കൊടുത്തു, കേരളത്തിന് 2 സംതിങ്ങേ ഉള്ളൂ. UPയുടെയും കേരളത്തിലെയും ജനസംഖ്യാനുപാതികമായിട്ടല്ലേ ഇത് വിതരണം ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോഴും കേരളത്തിന് കിട്ടേണ്ടതിൽ കൂടുതലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ മറ്റേ മിനിസ്റ്റർ പറഞ്ഞതോടൊപ്പം തന്നെ ബജറ്റിനകത്ത് ചില കണക്കുകളൊക്കെ ഉണ്ട്. ആ കണക്കുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു. എന്നിട്ടും പറയുകയാണ് കേരളത്തിനൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസമായിട്ട് ഒരു കണക്കൊക്കെ എടുത്ത് വെച്ച് നോക്കിയ സമയത്ത് കേരളത്തിന് കഴിഞ്ഞ 10 വർഷം അതിന് മുമ്പത്തെ 10 വർഷം തമ്മിലുള്ള ഒരു താരതമ്യം നടത്തി നമുക്ക് ആ കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന ചില 2014 മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന വളരെ തുച്ഛമായ പൈസയിൽ നിന്ന് എത്രയോ ഈ കണക്ക് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർ പറയാത്തത്? ഇത് വിവിധ പദ്ധതികൾ, റോഡ് വികസനം, റെയിൽവേ വികസനം, ആശുപത്രികൾക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഗ്രാമീണ പിന്നെ വികസനം, ഇതിനൊക്കെ കൊടുക്കുന്നത് കൂടാതാണ്. അതുപോലെ തന്നെ ഈ ബജറ്റിന്റെ മുമ്പുണ്ടായിരുന്ന ബജറ്റുകൾ കൊടുത്തിരിക്കുന്ന പണത്തിന്റെയും ആ പദ്ധതികളുടെയും തുടർച്ച അവിടെ നിൽക്കുന്നുണ്ട്. അതിനോടൊപ്പമാണ് ഇതും കൂടെ കൊടുക്കുന്നത്. എന്നിട്ടും പറയുകയാണ് ഇപ്പോൾ കേരളത്തിൽ 2025-26 വർഷത്തിൽ അന്നത്തെ ബജറ്റിനകത്ത് ഉണ്ടായിരുന്നത് 33% ആയിരുന്നത്. അത് ഉണ്ടായിരുന്നത് 27,382 കോടിയായിരുന്നത്. ഈ പ്രാവശ്യം അത് 36,355 കോടിയായി. എത്ര വലിയ വ്യത്യാസം! നികുതി ഇതിൽ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റിന് കൊടുക്കുന്ന സെൻട്രലിന്റെ വിഹിതമുണ്ട്, ആ വിഹിതത്തിൽ വലിയ വർധന. ഇതൊന്നും 17,200 കോടിയായിരുന്നു കഴിഞ്ഞ ബജറ്റിൽ. ഈ പ്രാവശ്യം 21,077 കോടിയായി. അതുപോലെ ഗ്രാൻഡ് ഇൻ എയ്ഡ് സഹായം അത് 13,075 കോടിയായിരുന്നു. ഈ പ്രാവശ്യം 26,500 കോടിയായി. ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, ഈ കണക്കൊക്കെ ഒരു മറച്ച് വെച്ചിട്ട് പൊതുജനങ്ങളുടെ മുമ്പിൽ ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്നതിന്റെ പിന്നിൽ ഇത് എവരാഗ്രഹിക്കുന്ന എന്താണെന്നറിയോ? ഇപ്പം നമ്മൾ ഇത് മൊത്തത്തിലുള്ള ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ
കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ സ്റ്റേറ്റിനും ഒരുപോലെ ബാധകമാക്കേണ്ട ജനക്ഷേമകരമായ കുറേ പദ്ധതികളുണ്ട്. ഇപ്പം വയോവന്ദൻ യോജന എന്ന് പറയുന്നൊരു പദ്ധതി, ആയുഷ്മാൻ ഭാരത് അല്ല, വയോവന്ദൻ യോജന. 70 വയസ്സ് കഴിഞ്ഞവർക്ക് ചികിത്സാ സഹായം 10 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം കിട്ടുന്ന വയോവന്ദൻ പരിപാടി കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല സംസ്ഥാന സർക്കാർ. അത് എന്താ 60% തുക കേന്ദ്രമാണ് നൽകുന്നത്, 40% കേരളം നൽകണം. ആ 40% ഇവിടെ നൽകാനില്ലാത്തത് കൊണ്ട് ആ പദ്ധതിയെ വേണ്ടെന്ന് വെക്കുക. ആയുഷ്മാൻ ഭാരതിന് സംഭവിക്കുന്ന ഇത് തന്നെയാണ്. ഇനി തിരുവനന്തപുരത്ത് നടപ്പിലാക്കിയ സ്മാർട്ട് സിറ്റി പദ്ധതി 700 കോടിയിലധികം രൂപയാണ് തിരുവനന്തപുരത്തിന് ആ പദ്ധതി വഴി കിട്ടിയത്. അതിനകത്ത് കുടിവെള്ളമുണ്ട്, പിന്നെ റോഡുകളുടെ വികസനമുണ്ട്. ഇവിടെ റോഡുകളുടെ വികസനം ചിലതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മാലിന്യ സംസ്കരണമുണ്ട്, വീട് നിർമ്മാണമുണ്ട്, ഒക്കെയുണ്ട്. വളരെ രസകരമായ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ വലിയൊരു വാട്ടർ ടാങ്ക് കെട്ടണം. ഇതിനകത്ത് ആ വാട്ടർ ടാങ്ക് കെട്ടാൻ ഇതുവരെ കേരളം സ്ഥലവും കൊടുത്തിട്ടില്ല. അത് വാട്ടർ ടാങ്ക് കെട്ടാനുള്ള പദ്ധതിയുമായിട്ട് സ്മാർട്ട് സിറ്റി കേരളത്തിൽ മുമ്പോട്ട് പോയിട്ടുമില്ല. അതുകൊണ്ട് ആ പദ്ധതി തടസ്സപ്പെട്ട് കിടക്കുകയാണ്. ആളുകളുടെ അടുത്ത് പറഞ്ഞാൽ എന്താണ് ഇവരുടെ ഉദ്ദേശം, എന്നിട്ട് ഇനി എയിംസ് കിട്ടിയില്ലെന്ന് പറയുന്നതിൽ രസകരമായ, അതിപ്പം പ്രേമചന്ദ്രൻ തന്നെ MP തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം പറയണ്ടായി. കൊല്ലത്തെ ESI കോർപ്പറേഷൻ, ESIയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി അവിടെ ഉണ്ട്, അതിനെ മെഡിക്കൽ കോളേജ് ആക്കാം. ഇന്ത്യയിൽ ESI കോർപ്പറേഷൻ മെഡിക്കൽ കോളേജ് തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ ഒരെണ്ണം കേരളത്തിന് തരാം, അതും കൊല്ലത്ത് ആശ്രാമം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞിട്ട് ESI കോർപ്പറേഷൻ അനുവദിച്ചു. ആർക്കാ ഇതിൻ്റെ പ്രയോജനം കിട്ടുന്ന? പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളികൾക്ക്, ദരിദ്രരായിട്ടുള്ള ആൾക്കാർക്ക്, തുച്ഛ വരുമാനക്കാർക്ക്. 1560 സീറ്റുള്ള ഒരു മെഡിക്കൽ കോളേജ്, അവിടേക്ക് 600 ചില്ലാനം കുട്ടികൾ, 608ഓളം കുട്ടികൾക്ക്, കേരളത്തിലെ കുട്ടികൾക്ക്, പാവപ്പെട്ട തൊഴിലാളികളുടെ കുട്ടികൾക്ക് അവർ ഡോക്ടർമാരായി പഠിച്ചിറങ്ങാൻ പാടില്ല. അത് തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാരിനെ വെച്ചോണ്ടിരിക്കാൻ കൊള്ളാവോ? അത് തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് യാതൊരു ഇതുമില്ല. കേന്ദ്ര സർക്കാർ മെഡിക്കൽ കോളേജ് നടത്തും, പൈസ ചെലവാക്കും, സ്ഥലം എടുത്തു കൊടുത്താൽ മതി, എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി. അതുപോലും ചെയ്യാത്ത ഒരു സർക്കാരാണ്. ഇവരെ എങ്ങനെ നമ്മൾ തുടർന്നും ഭരിപ്പിക്കാൻ അനുവദിക്കണം എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. സത്യമാണ്. അപ്പോൾ ഈ തുടർഭരണം മാത്രമല്ല, ഇത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു തന്ത്രമാണ്. അവർക്ക് ഫേവറായിട്ടുള്ള കാര്യങ്ങൾ അവർ പ്രചരിപ്പിക്കുക, അതിന് കൃത്രിമ മാർഗങ്ങൾ, നുണ പറയൽ, മറച്ചു വെക്കൽ, ഒളിച്ചു വെക്കൽ, തമസ്കരിക്കൽ, ഇതെല്ലാം അവരുടെ ശീലമാണ്. പക്ഷേ ഈ ബജറ്റ് എന്ന സങ്കല്പം തന്നെ ഇപ്പോൾ എപ്പോഴും ചില മാധ്യമങ്ങളെ പോലും ചിലപ്പോൾ പഴിക്കേണ്ടി വരാറുണ്ട്. ചില മാധ്യമങ്ങൾ ബജറ്റ് വന്നു കഴിഞ്ഞാൽ നികുതിയിൽ ഇളവില്ല, ഇൻകം ടാക്സ് കുറച്ചിട്ടില്ല. ഇൻകം ടാക്സ് കുറയ്ക്കുന്നൊന്നും അല്ലല്ലോ ബജറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ മാധ്യമ പ്രവർത്തകരെ കുറിച്ച് മൊത്തത്തിൽ ആലോചിക്കുമ്പം നമ്മളൊക്കെ മാധ്യമപ്രവർത്തകരാണെങ്കിലും ഈ വിഷയങ്ങളിലൊന്നും കംപ്ലീറ്റ് സ്റ്റഡീഡ് ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകർ വളരെ ചുരുക്കമാണ്. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ തട്ടിമുട്ടിയും പോകുന്ന സംഭവമാണ്. ഇവരിതൊന്നും കാര്യമായി പഠിക്കുന്നില്ല. അതല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് ബോധപൂർവമായ കുറ്റകരമായ മറവി. അതെ, പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് വളരെ വ്യക്തമായ രാഷ്ട്രീയത്തോടു കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് അവരിത് പുറത്ത് പറയാത്തത്. കേന്ദ്രം കേരളത്തിന് അനുവദിച്ച അല്ലെങ്കിൽ രാജ്യത്ത് മുഴുവൻ നടപ്പിലാക്കിയ ജനക്ഷേമകരമായ പദ്ധതികൾ കേരളത്തിന് കിട്ടിയത് ഇവർ നടപ്പിലാക്കാത്തത് എന്തുകൊണ്ടാണെന്നെങ്കിലും ഏതെങ്കിലും ഒരു ചോദ്യം ഉന്നയിക്കാൻ ഈ മാധ്യമപ്രവർത്തകർ തയ്യാറാകുന്നുണ്ടോ? എണ്ണി പറയാവുന്ന, ഡേറ്റാസ് വെച്ച് പറയാവുന്ന എത്രയോ പദ്ധതികൾ. ഇപ്പൊ ഈ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് ഇതുവരെ ഇവർ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? കേരളം കൊടുക്കുന്നല്ലേ? സത്യമാണ്. ഇപ്പൊ മുഖ്യമന്ത്രിക്ക് പോലും അത് പറയേണ്ടി വരുന്നത് ഇത് മുഴുവൻ കേന്ദ്രം തന്നതാണ്. ഇത്രയും ഇത് മുഴുവൻ കേന്ദ്രം തന്ന. ഇതുവരെ അവർ നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ എല്ലാ കാര്യത്തിലും തൊഴിലുറപ്പ് പദ്ധതിക്ക് വന്നില്ലെങ്കിൽ, മറ്റേ സമരത്തിന് വന്നില്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതി തരത്തില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കാശാണ് തൊഴിലുറപ്പ് പദ്ധതിക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട്. വേറെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേന്ദ്രത്തിന്റെ ഏത് പദ്ധതി ആയാലും ശരി, അത് ഞങ്ങളുടെ പദ്ധതിയെ കൂടെ ചേർത്തിട്ട്, അതായത് ഒരു പഴയ കഥയില്ലേ, മൂർഖനും തവളയും. മൂർഖനും തവള പറഞ്ഞത് ഞാനും മൂർഖനും കൂടി കൊന്നുകളഞ്ഞു എന്ന് പറയുന്ന ഭാവത്തിലാണ് ചെറിയ എന്തെങ്കിലും ഒരു കാര്യം കൂടി എന്നോട് ചേർത്തിട്ട് ഒരു പേര് മാറ്റും, അല്ലെങ്കിൽ പേര് മാറ്റി വേറെ പദ്ധതി അവതരിപ്പിക്കും. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്
കേന്ദ്ര സർക്കാർ കെട്ടിയ മറ്റേ കുറ്റിപ്പുറം പാതയിൽ കൂടെ നടന്ന് റീലെടുത്തതുപോലെ ഉള്ളൂ. ഇത് ഓരോ ഞാൻ രസകരമായ ചില കുറെ കണക്കുകൾ പറയേണ്ടത്. കേരളത്തിൽ കേന്ദ്രത്തിന്റെ ഒരു 13 പദ്ധതികളിൽ PM ഗരീബ് കല്യാൺ അന്ന യോജന 155 ലക്ഷം പേർക്ക് അതിന്റെ ബെനിഫിഷ്യറീസ് ഉണ്ട്. സൗജന്യമായിട്ട് റേഷൻ കൊടുത്തു. എന്നിട്ട് പറയുന്നത് അത് മുഴുവൻ കൊടുക്കുന്നത് ഞങ്ങളാണ് അല്ലേ? അല്ല, അവിടുന്ന് വരുന്ന ഈ റേഷൻ സൗജന്യമായി കൊടുക്കാൻ വരുന്ന അരി ഇവിടെ കൊണ്ടുവന്ന് അത് പൊട്ടിച്ച് വേറെ ചാക്കിലാക്കി പിണറായി വിജയന്റെ പടം ഒട്ടിച്ച് നാട്ടുകാർക്ക് കിറ്റ് കൊടുത്ത മാന്യന്മാരാണ് ഇവര്. സത്യം. ഗോതമ്പായിട്ട് കൊടുത്തോളൂ എന്ന് പറഞ്ഞ സമയത്ത് ഗോതമ്പായിട്ട് കൊടുത്താൽ ഇഷ്ടാനുസരണം ഇത് നിന്നിട്ട് പൊടിച്ച് അതിന് പടം ഒട്ടിക്കുക. ഇത് കേന്ദ്ര സർക്കാർ ശരിക്കും ചെയ്യേണ്ടത്. ഇപ്പം പിന്നെ ജൻധൻ യോജന തുടങ്ങി. അതിലൂടെ ഡയറക്റ്റ് ട്രാൻസ്ഫർ, പൈസ വേറെ ഇടനിലക്കാരൻ്റെ കയ്യിലെത്താതെ ഡയറക്റ്റ് ട്രാൻസ്ഫർ വഴി പൈസ കൃത്യമായിട്ട് അതിന് അർഹതയുള്ളവരുടെ കയ്യിലെത്തുന്ന പദ്ധതി കേന്ദ്ര സർക്കാർ, ഈ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് നേരിട്ട് പൈസ ഒറ്റ ക്ലിക്കിന് എല്ലാവർക്കും പൈസ കിട്ടുന്നത്. ഇടനിലക്കാർ അതുപോലെ ഈ അരിയും സാധനങ്ങളും ഒക്കെ ഒരിടനിലക്കാരനും ഇല്ലാതെ അവനവന്റെ വീട്ടിലെത്തിക്കാനുള്ള പദ്ധതി ഉണ്ടാക്കണം. സത്യം. അതാ ഈ കേന്ദ്രം പറയുന്ന പല പദ്ധതികളും ഇവര് വേണ്ടാന്ന് വെച്ചിട്ട് ഇവര് തന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് വേറൊരു കാര്യം. ഇപ്പം നമ്മളിപ്പം ഇപ്പൊ ബെവ്കോ പിന്നെ തുടങ്ങിയിട്ടുള്ള ഈ മദ്യം വിൽക്കുന്ന സ്ഥാപനങ്ങൾ ഇനി പിന്നെ കാശ് എടുക്കത്തില്ല. അവിടെ എന്താ, അവിടെ കണക്ക് ഇതാണ് UPI വഴിയേ പൈസ കൊടുക്കാൻ പറ്റുള്ളൂ. ഈ സർക്കാരിൽ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കാണ് അതിനെ ആദ്യം ആക്ഷേപിച്ച ഒരാള്. ഇതെങ്ങനെ രാജ്യത്ത് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടക്കുമോ എന്ന് ചോദിച്ച് ആക്ഷേപിച്ച ആ മഹാന്റെ ഒറ്റ നിർബന്ധം കാരണമാണ് ആയുഷ്മാൻ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാതെ എന്നിട്ടും കേരളത്തിൽ 85 ലക്ഷം ആൾക്കാർക്ക് അതിന്റെ ബെനിഫിഷ്യറീസ് ആയിട്ടുണ്ട്. ഇതേപോലെ ഈ നമ്മുടെ ഇപ്പൊ ഈ കിസാൻ സമ്മാൻ നിധി ഇതുണ്ടല്ലോ, അത് 2000 രൂപ വീതം വാങ്ങുന്ന 10 ലക്ഷം പേരാണ് കേരളത്തിൽ ഇതിൽ നിന്ന് പുറത്തു പോകാൻ പോകുന്നത്. സത്യമാണ്. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇവര് കർഷകരാണ് എന്ന്, ഇവർക്ക് ഭൂമിയുണ്ട് എന്ന് പിന്നെ തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതിന്റെ പേരിൽ 10 ലക്ഷത്തോളം പേര് പുറത്തു പോകാൻ പോകും. PM കിസാൻ പദ്ധതി 28.8 ലക്ഷം ഫാർമേഴ്സിന് ഇപ്പം കിട്ടുന്നുണ്ട്. അതിൽ 10 ലക്ഷം പേര് പുറത്തു പോകാം. പക്ഷെ എനിക്ക് തോന്നുന്നു മനഃപൂർവ്വമാണ് തോന്നുന്നത്. പുറത്ത് പോകുമ്പോൾ പറയുന്നത് കേന്ദ്രം ഇല്ലാതാക്കിയെന്ന് പറയാൻ വേണ്ടിയാണ്. ഇല്ലാതാക്കിയെന്ന് പറയാൻ വേണ്ടി അങ്ങനെയുണ്ട്. നമ്മുടെ SIR പ്രശ്നം അതാണല്ലോ. SIR കള്ള വോട്ട് ചേർക്കാൻ വേണ്ടി ചേർത്ത ആൾക്കാരെയാണ് ഒഴിവാക്കുന്നത്. അപ്പൊ അവരെ ഒഴിവാക്കുന്ന സമയത്താണ് കേന്ദ്രം ഇങ്ങനെ ചെയ്യുന്നു. ഇത് ഇവരുടെ ഈ ഒരു പ്രൊപ്പഗൻഡ പൊളിക്കാൻ പിന്നെ ഉള്ള എല്ലാ തരത്തിലുള്ള ഡേറ്റാസും മരുന്നും നമ്മുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ BJP നേതാക്കളുടെ കയ്യിലുണ്ട്, രാജീവ് ചന്ദ്രശേഖരന്റെ കയ്യിലുണ്ട്. അദ്ദേഹം പരസ്യമായിട്ട് അവരെ വെല്ലുവിളിച്ചിട്ട് പോലും പ്രതികരിക്കാത്തതിന്റെ കാര്യം എന്താ? ഉറപ്പല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PM കിസാന്, ജൽജീവൻ മിഷന്, PM ഉജ്ജ്വല യോജന, ജന ഔഷധി. കേരളത്തിൽ ജന ഔഷധിന് 1732 പ്രവർത്തന കേന്ദ്രങ്ങളുണ്ട്. അതുവഴിയൊക്കെ നടക്കുന്ന സേവനം ഇത്. പിന്നെ ഈ ബജറ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്തിന് വേണ്ടി മാത്രമല്ലല്ലോ. പിന്നെ ബജറ്റിന് ഒരു പ്രോസസ്സ് ഉണ്ട്. പ്രതിദിനം അറിയാവുന്ന കാര്യം, നാട്ടുകാർക്ക് അറിയാൻ ഇതൊരു കാര്യമാണ്. ഇവർ പറയുന്നത്, ഇന്നലെ ശോഭാ കരന്തലജെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് പിന്നെ ബജറ്റിൽ കേരളത്തെക്കുറിച്ചൊരു സിംഗിൾ വാക്ക് കേരളമെന്ന് പോലും പറഞ്ഞില്ലെന്നാണ് KC വേണുഗോപാലൊക്കെ പറഞ്ഞത്. ഏത് സ്റ്റേറ്റിനെ കുറിച്ചാണ് ബജറ്റിൽ പറയുന്നത്? ബജറ്റ് ഭാരതത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഭാരതത്തിന്റെ ബജറ്റാണ് അത്, ഏതെങ്കിലും ഒരു സ്റ്റേറ്റിനെ കുറിച്ച് പറയാനുള്ള ബജറ്റ് അല്ല. അതുപോലെ വേറെ എന്തുണ്ട്? ബജറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു. ആകെ 3, 4, 5 മേഖലയിൽ, ഇപ്പൊ കൃഷി, വിദ്യാഭ്യാസം, ആരോഗ്യം, ടൂറിസം, ഇങ്ങനെ പല മേഖലകൾക്ക് വേണ്ടിയിട്ട് ടോട്ടലായിട്ടൊരു അലോക്കേഷൻ. ഇത് കഴിഞ്ഞിട്ട് ഇത് ഏത് സ്റ്റേറ്റിന് ഏത് പദ്ധതി പ്രകാരം എങ്ങനെ കൊടുക്കണം എന്നുള്ള തീരുമാനം നടത്താൻ പോകുന്നുള്ളൂ. ഇതിനു വേണ്ടിയാണ് കേരളത്തിൽ നിന്നുള്ള MPമാർ ഉൾപ്പെടെയുള്ള സബ് കമ്മിറ്റികൾ പാർലമെന്റിലുള്ളത്, പാർലമെന്ററി കമ്മിറ്റികൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുള്ളത്. അവർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെ ചെയ്ത് മാർച്ചിലാണ് ഈ ബജറ്റ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അന്നേരം കേരളത്തിൽ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓടിക്കേണ്ടത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് റെയിൽവേ ബജറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാതാക്കിയത്. സത്യം. റെയിൽവേ ബജറ്റ് ഇല്ലല്ലോ ഇപ്പം. മറ്റേത് റെയിൽവേ ബജറ്റിന് ഒരു ബജറ്റ് അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, കുറേ ബീഹാറിന് കൊണ്ടുപോകുന്നു, ഇങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പം എന്താ സംഭവിക്കുന്നത്? കേരളത്തിൽ ഒരു റെയിൽവേ ബജറ്റ് ഉണ്ടായിരുന്ന കാലത്ത് കിട്ടിയതിനേക്കാൾ എത്ര ഇരട്ടി. അത്ഭുതപ്പെട്ടു പോകും. റെയിൽവേ മേഖലയിൽ കേരളത്തിന് മറ്റേതെന്താ? റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്നത് കേരളത്തിന് മരുന്നിന് 2 ട്രെയിൻ അനുവദിക്കും. വലിയ ട്രെയിനിന്റെ പടം വെച്ച് മാധ്യമങ്ങൾ, മനോരമയൊക്കെ വലിയ സംഭവമായിട്ട് കൊടുക്കും. ഇപ്പൊ ആഴ്ചയിൽ ഒരു ട്രെയിൻ വെച്ച് അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്. രണ്ടാമത് കേരളം ഒരു വയബിൾ പ്രോജക്റ്റ് കൊടുത്താൽ
പദ്ധതിയായിട്ട് സ്വീകരിച്ചിട്ട് റെയിൽവേക്ക് എപ്പോൾ വേണേൽ തീരുമാനം എടുത്ത് നടപ്പിലാക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രീധരൻ സാറില്ലേ, മെട്രോ ശ്രീധരൻ സാർ, അദ്ദേഹം ഡൽഹി പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് അദ്ദേഹത്തെ പരിഹസിക്കുകയായിരുന്നു. പക്ഷെ ആ പ്രോജക്റ്റ് നടപ്പാക്കാൻ പോവാ. അല്ല, എല്ലാ മേഖലകളിലും അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുന്ന ഒരു ഇതിലുണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റം, ആ മുന്നേറ്റത്തിൻ്റെ ചുവട് പിടിച്ചാണ് കേരളത്തിൽ, ഇന്ത്യയിൽ സാമ്പത്തിക രംഗത്തിന് ഉയർച്ച ഉണ്ടായിട്ടുള്ളത്. ആ ഉയർച്ച കണ്ടിട്ടാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ യാത്രാ സൗകര്യങ്ങൾ വർദ്ധിച്ചു, നമ്മുടെ കണക്ടിവിറ്റി വർദ്ധിച്ചു, നമുക്ക് മറ്റെല്ലാ മേഖലകളിലും, ഇപ്പം ഇൻ്റർനെറ്റിൻ്റെ കാര്യത്തിലായാലും എല്ലാ മേഖലകളിലും നമുക്കുണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റം, അത് ഇപ്പം ഇവർ പറയുന്നത് എന്താ, ഒരു വിഭാഗം ജനങ്ങളെ അല്ല, ഈ സംഭവം ഒരു വിഭാഗം ജനങ്ങൾ അതിൻ്റെ ഡയറക്റ്റ് ബെനിഫിഷ്യറീസ് ആകുമ്പോൾ താഴെ തട്ടിലുള്ള ഏറ്റവും ചെറിയ ആളുകളിലേക്ക് വരെ ഇതിൻ്റെ വിഹിതം ചെന്നുകൊണ്ടിരിക്കുകയാണ്. 1000 കോടി രൂപ മുടക്കി ഒരാളൊരു കല്യാണം നടത്തിയാൽ ആ കല്യാണം വലിയ ആർഭാടമാണെന്ന് നമ്മൾ പറയുമെങ്കിലും 1000 കോടി രൂപയിൽ 1 രൂപ വരെ പന്തൽ കുഴിക്കുന്നവനും കുഴി കുത്തുന്നവനും വരെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മൾ അത് മനസ്സിലാക്കി വേണം നമ്മൾ ഇതിനെ വിലയിരുത്താൻ. ഒരു എന്താ പറയുക, ഒരു കോർപ്പറേറ്റ് മേഖലയിലുള്ള ആളുകളിലാണ് വികസനം അല്ല, ഇന്ത്യയിൽ മുഴുവൻ ഉണ്ടാകുന്ന വികസനം ഇതിന്റെ എല്ലാ മേഖലകളിലേക്കും എത്തുന്നുണ്ട്. പക്ഷേ കേന്ദ്രം നൽകുന്ന പദ്ധതി, കേന്ദ്രത്തിന്റെ പക്ഷേ അതാണ് പ്രശ്നം. കേരളത്തിന്റെ ആ പക്ഷയിലാണ് പ്രശ്നം. പക്ഷേ കേരളത്തിൽ ഇത് പിണറായിക്കും അറിയാം, ഇവിടുത്തെ മന്ത്രിമാർക്കും അറിയാം, ഉദ്യോഗസ്ഥർക്കും അറിയാം, എല്ലാം അറിയാം. പക്ഷേ അവർ നടപ്പിലാക്കാത്തത് ഇതിന്റെ പ്രയോജനം കിട്ടിയാൽ മോദി ഗവൺമെന്റ് നല്ലതാണെന്ന് നാളെ നാട്ടുകാർ പറയില്ലേ? അത് പറയാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ മുഖ്യ കാര്യമാണ്. പിന്നെ ഈ ഏതെല്ലാം തരത്തിൽ ദ്രോഹകരമായ കാര്യങ്ങളുണ്ടോ അതെല്ലാം പെരുപ്പിച്ചങ്ങോട്ട് പറയുക. അത് ഇവർ ചെയ്ത കാര്യങ്ങളാണ്, അത് കേന്ദ്രത്തിലെ വെക്കാണല്ലോ, അങ്ങനെയാണ് ചെയ്യുന്നത്. മോദി വന്നിട്ട് ഈ 12 വർഷമല്ലേ ആയുള്ളൂ. 12 വർഷം മുമ്പ് ഇവരല്ലേ ഉണ്ടായിരുന്നേ, ഇവരെന്താ ഇതൊന്നും ചെയ്യാഞ്ഞേ? സത്യം. അല്ല, ഇത് ഈ വിഷയത്തിൽ ഒരേ സമയം ഈ ബജറ്റിൻ്റെ കാര്യത്തിലായാലും കൊള്ളാം, കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തുന്ന കാര്യത്തിലായാലും കൊള്ളാം, ഏത് കാര്യത്തിലായാലും ശരി, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺഗ്രസും LDF ഉം UDF ഉം രണ്ടും ഒരേപോലെയാണ്. അവർക്ക് ആകെ ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ, BJP എതിർക്കുക, കേന്ദ്ര സർക്കാരിനെ എതിർക്കുക എന്നുള്ളത്. അല്ല, ഇത് അധികകാലം നിലനിൽക്കത്തില്ല. സാധാരണ ജനങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ മാറ്റമാണ് പലയിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ മാറ്റം വരിക തന്നെ ചെയ്യും. തുറന്ന ചർച്ച ഉണ്ടാക്കാറുണ്ട്. അതിന്റെ എനിക്ക് പറയാനുള്ള കാര്യമാണ്, എനിക്കൊന്ന് വെല്ലുവിളികൾ ഏറ്റെടുക്കട്ടെ, തുറന്ന ചർച്ചകൾ നടത്തട്ടെ, നമുക്ക് സ്പിൽ ദ ബീൻസ് കൃത്യം ഏതാന്നുള്ളത് ബോധ്യപ്പെട്ടെ. ഈ ഹിന്ദിയിൽ പറയാറില്ലേ, പാനിയും വെള്ളവും രണ്ടും തിരിച്ചറിയട്ടെ. അതിനുവേണ്ടിയുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതേ പറയാൻ പറ്റുള്ളൂ. അതെ, ശരി, നമസ്കാരം.